So once again welcome back to the video. IIT JAM 2025 ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആയിട്ടുള്ള വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിൽ കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്കുകൾ, കൺഫ്യൂഷനുകൾ ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് jam2025.iitd.ac.in എന്നുള്ളതാണ്. ഇപ്രാവശ്യം IIT ഡൽഹി ആണ് ജാം ഓർഗനൈസ് ചെയ്യുന്നത്. സോ ഈ സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണാൻ പറ്റുന്നുണ്ട് ജാം 2025 ആപ്ലിക്കേഷൻ പോർട്ടൽ എന്നുള്ളത്. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് അതിൻ്റെ ലിങ്ക് ഉണ്ട്. സോ ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വരുന്നുണ്ടാവുക ഇങ്ങനെ ഒരു ലോഗിൻ പേജിലോട്ടായിരിക്കും. ബട്ട് ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്നവർ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ ചെയ്യണം. ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന എൻറോൾമെൻറ്റ് ID കിട്ടുള്ളൂ. ഈ എൻറോൾമെൻറ്റ് IDയും നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് സെറ്റ് ചെയ്യുന്ന പാസ്വേഡും വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ പോർട്ടലിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക. ഇനി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഒന്ന് ഈ ഇൻഫോർമേഷൻ ബ്രൗഷറാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്തായാലും ഒരിക്കലെങ്കിലും ഈ ഇൻഫോർമേഷൻ ബ്രൗഷറിലൂടെ ഒന്ന് പോകണം. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്രോഷർ PDF ഫോർമാറ്റിൽ കിട്ടുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ജാം 2025 പറ്റിയുള്ള A to Z കാര്യങ്ങൾ ഇൻഫോർമേഷൻ ബ്രൗഷറിൽ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്, എന്നാണ് അത് എൻഡ് ചെയ്യുക, എന്നാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുക, ഈവൻ എക്സാമിൻ്റെ ഡേറ്റ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ജാമിൻ്റെ സ്കോർ വെച്ചിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ എക്സാമിനേഷൻ സിറ്റീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്തുള്ള ഡാറ്റ റിക്വയർമെൻറ്റ് എന്താണ്, അതുപോലെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, കാറ്റഗറി, സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ഇതിലൂടെ പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. ഇനി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ഇവിടെ കാണാം, ഡോക്യുമെൻറ്റ്സ് ഫോർ ആപ്ലിക്കേഷൻ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ റെഡിയാക്കി വെക്കേണ്ടത് എന്നുള്ളത് ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതുകൂടി ഒന്ന് നോക്കാം. ഇവിടെ മെയിനായിട്ട് 4 ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളുടെ കയ്യിൽ വേണ്ടത്. അതിലൊന്ന് നമ്മുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് ഷീറ്റാണ്. പിന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, കാറ്റഗറി സർട്ടിഫിക്കറ്റ്. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടാവും. സോ അതൊക്കെ ഏത് ഫോർമാറ്റിലായിരിക്കണം എന്നുള്ളത് അവരിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഓരോന്നിലൂടെ ഒന്ന് പോയി നോക്കാം. ഫോട്ടോഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് റീസെൻ്റ് ആയിട്ട് എടുത്ത് ഒരു ഫോട്ടോ വേണം ചൂസ് ചെയ്യാൻ. കാരണം അവരിവിടെ പറയുന്നുണ്ട് ദ ഫോട്ടോഗ്രാഫ് മസ്റ്റ് മാച്ച് വിത്ത് യുവർ അപ്പിയറൻസ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ എന്നുള്ളത്. അതുപോലെ അത് കളറിലായിരിക്കണം. ഫോട്ടോഗ്രാഫിൻ്റെ മാക്സിമം സൈസ്, അതിൻ്റെ ഫോർമാറ്റ് ഒക്കെ എത്രയായിരിക്കണം എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറൊക്കെ ആണോ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സാമ്പിൾസ് അവർ കാണിച്ചു തരുന്നുണ്ട്. ഏതൊക്കെ ഫോട്ടോഗ്രാഫാണ് അക്സെപ്റ്റ് ചെയ്യുക, ഏതൊക്കെയാണ് റിജക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സിഗ്നേച്ചറിൽ പോയി കഴിഞ്ഞാലും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാം. അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എത്രയായിരിക്കണം എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. സപ്പോസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് OBC കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ അതിനും കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഔട്ട് ഓഫ് സ്റ്റേറ്റ് പർപ്പസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് താലൂക്കിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരേണ്ടത്. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഈ ഒരു ഫോർമാറ്റിലാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടതെന്ന് അവരോട് പറയണം. ആ ഫോർമാറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, സോ നമുക്കിനി നേരെ രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് പോവാം. സോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ഹിയർ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാനുള്ളത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. നിങ്ങളുടെ പേര് കൊടുക്കുന്ന സമയത്ത്, അതുപോലെ മെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇത് 3 കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. കാരണം ഇതിൻ്റെ ഫോളോ അപ്സ്, ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവുക ഈ മൊബൈലിലോട്ടോ മെയിൽ അഡ്രസ്സിലോട്ടോ ഒക്കെ ആയിരിക്കും. സോ ആ കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇവിടെ ഫില്ല് ചെയ്യാൻ നെയിം, അതുപോലെ മെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, അതുപോലെ നമുക്ക് നമ്മുടെ ലോഗിൻ പോർട്ടലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാസ്വേഡ്, ഇതാണ് ഫില്ല് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് നോക്കാം. പേര് ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ ഓട്ടോമാറ്റിക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കൺഫേം എന്ന് നിൽക്കുക. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺഫേം എന്ന് നിൽക്കുക. ആരോ ഷുവർ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് പേര് തന്നെയാണോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് ഇമെയിൽ അഡ്രസ്സ് ഫില്ല് ചെയ്യുക. ഇവിടെ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിക്കാതെ കൊടുക്കുക. അതിൻ്റെ താഴെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, ഇവിടെ അവരെന്നെ താഴെ എഴുതിയിട്ടുണ്ട് ആൾ കമ്മ്യൂണിക്കേഷൻസ് ഫ്രം ജാം 2025 വിൽ ബി സെൻഡ് ടു ദിസ് ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾ ആ ഭാഗം ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. കൺട്രി ഓഫ് റെസിഡൻസ് കൊടുക്കുക, ഇന്ത്യ കൊടുക്കുക.
ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് അടുത്തതുള്ളത്. മൊബൈൽ നമ്പറും നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിക്കാതെ കൊടുക്കുക. താഴെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാനുണ്ട്. സോ സെയിം നമ്പർ കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനാണുള്ളത്. അത്യാവശ്യം വീക്ക് അല്ലാത്തൊരു പാസ്വേഡ് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ. ആ പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം, നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. സോ പാസ്വേഡിൻ്റെ സ്ട്രെങ്ത് ഒക്കെ അവരിവിടെ കാണിക്കുന്നുണ്ട്. പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യുക. കൺഫർമേഷന് ശേഷം ഇവിടെ ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ട് ഒരു ആൻസർ കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി നോക്കുക, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ അമർത്തുക. സോ ഇവിടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് SMS ഇമെയിലൊക്കെ വന്നിട്ടുണ്ട്. എൻറോൾമെൻറ്റ് ID ഒക്കെ നമ്മുടെ മെയിൽ അഡ്രസ്സും SMS ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. സോ ഞാൻ എൻ്റെ മെയിൽ ID പോയിട്ടുണ്ട്. അവിടെ എനിക്ക് ജാമിൻ്റെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. എൻറോൾമെൻറ്റ് ID ഇതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഈ എൻറോൾമെൻറ്റ് ID ഞാൻ കോപ്പി എടുത്തിട്ട് ഇവിടെ ലോഗിൻ പേജിലോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുത്തു. ഇവിടെ ഈ ഒരു എക്സ്പ്രഷൻ്റെ ആൻസറും കൊടുത്തു. എന്നിട്ട് നേരെ ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് നമ്മൾ വരുന്നുണ്ടാവുക. വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ജാം 2025 ആപ്ലിക്കേഷൻ പ്ലീസ് എൻഷുർ ദാറ്റ് യു ഹാവ് റീഡ് ദ ജാം 2025 ഇൻഫർമേഷൻ ബ്രൗഷർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫർമേഷൻ ബ്രൗഷർ കറക്റ്റ് വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡാറ്റ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അത് ടിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ഫില്ലിംഗ് ജാം 2025 ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുക. ഇവിടെയാണ് നമുക്ക് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനുള്ളത്. മെയിൻലി എക്സാം ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഡിഗ്രി, അതുപോലെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. എക്സാം ഡീറ്റെയിൽസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേപ്പറാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. ഇത് മെയിൻലി ഇപ്പോൾ ഫിസിക്സൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് ഫിസിക്സിലും മാത്സിലും ജാം എഴുതാൻ പറ്റും. മാത്സ് പഠിക്കുന്ന കുട്ടിക്ക് മാത്സിലും സ്റ്റാറ്റിലൊക്കെ എഴുതാൻ പറ്റും. സോ 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2 എന്ന് എഴുതാം. ഞാൻ ഇവിടെ 1 എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ജാമിൻ്റെ പേപ്പർ സപ്പോസ് ഫിസിക്സ് ആണെന്ന് വിചാരിക്കുക. കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണ് എക്സാം സെൻറ്റർ വേണ്ടത് എന്നുള്ളത് 3 ചോയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. സോ ഞാനിവിടെ 3 സിറ്റി ചൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡാറ്റയ്ക്ക് അവിടെ സേവ്ഡ് ആയി. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. സോ പിന്നീട് നമ്മൾ വന്നിട്ടുള്ളത് പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള പേജിലോട്ടാണ്. ഇവിടെ പേര് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് അവിടെ കൊടുത്തതുകൊണ്ട് നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് അതുപോലെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇത് രണ്ടും വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ നമുക്ക് ഒരു കോഡോ കാര്യങ്ങളോ നമ്മളെ മെയിലോട്ട് അയക്കും. അതുപോലെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ എന്തെങ്കിലും OTP കാര്യങ്ങളൊക്കെ അയക്കും. സോ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് എന്ന് കൊടുത്തു. ഇവിടെ ഒരു OTP ചോദിക്കുന്നുണ്ട്. ഞാൻ നേരെ മെയിലിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു OTP വന്നിട്ടുണ്ടാവും. സോ ദ OTP ഫോർ വെരിഫൈങ് യുവർ ഇമെയിൽ അഡ്രസ് ഈസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുന്നു. സോ എൻ്റെ ഇമെയിൽ ID വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാം. ഇവിടെ ഒരു OTP ചോദിക്കുന്നുണ്ട്. സോ ഞാൻ മൊബൈൽ നമ്പറിൽ എനിക്ക് റിസീവ് ചെയ്തിട്ടുള്ള OTP ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. സോ എൻ്റെ മൊബൈൽ നമ്പറും വെരിഫൈ ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കാണുന്നുണ്ട്. ഇനി ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കൺഫേം ഡേറ്റ് എന്ന് കൊടുക്കുക. ഇനി ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ജെൻഡർ, അതുപോലെ കാറ്റഗറി ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ കാറ്റഗറി ഏതാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനിവിടെ സപ്പോസ് OBC NCL എന്ന് ചൂസ് ചെയ്യുന്നുണ്ട്. ഇനി കൺട്രി ഓഫ് പെർമനൻറ്റ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഇന്ത്യ ചൂസ് ചെയ്തു. സ്റ്റേറ്റ് ഞാനിവിടെ കേരള ചൂസ് ചെയ്യുന്നുണ്ട്. ഇനി വാലിഡ് ഫോട്ടോ ID ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഞാൻ ആധാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ആധാറിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യാനുണ്ട്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയിം ഓഫ് പാരൻറ്റ് അല്ലെങ്കിൽ ഗാർഡിയന് കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുക. ഗാർഡിയനായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഏതാണോ, ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫാദർ അങ്ങനെ കൊടുക്കുക, കുഴപ്പമില്ല. ഗാർഡിയൻ്റെ അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. അവരുടെ മൊബൈൽ നമ്പറും ചോദിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ സേവ് ചെയ്യുക. നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് സേവ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നേരെ നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് നമുക്ക് അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മുടെ പിൻകോഡ് കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. കൺട്രി, അതുപോലെ സ്റ്റേറ്റ്,
നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് ചോദിക്കുന്നുണ്ട്, അതുപോലെ സിറ്റി ഏതാണ് എന്നുള്ളതും. അപ്പോൾ ഇത്രയും ചെറിയ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ പിൻ കോഡ് അടിച്ചപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രി അതുപോലെ സ്റ്റേറ്റ് ഒക്കെ ഇവിടെ ഓട്ടോ ഫില്ല് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫില്ല് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് നമ്മളുടെ ഡിഗ്രി ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, കോളേജിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനാണ്. ഇവിടെ കോളേജിൻ്റെ പിൻ കോഡ് ചോദിക്കുന്നുണ്ട്, കൺട്രി, സ്റ്റേറ്റ്, അതുപോലെ കോളേജ് ഏത് സിറ്റിയിലാണ്, നിങ്ങളുടെ റോൾ നമ്പർ ഏതാണ് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഡിഗ്രി ഏത് ഡിസിപ്ലിനിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് നോക്കാം. ഇവിടെ പിൻ കോഡ് അടിച്ചപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രിയും സ്റ്റേറ്റും അതുപോലെ സിറ്റിയും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളുടെ റോൾ നമ്പർ എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്വാളിഫയിങ് ഡിഗ്രി ഏതാണെന്നുള്ളത്, സപ്പോസ് ഞാനിവിടെ BSc സെലക്ട് ചെയ്തു. എൻ്റെ ഡിസിപ്ലിന് ഞാനിവിടെ ഫിസിക്സ് സെലക്ട് ചെയ്തു. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, ഹാവ് യു ഗ്രാജുവേറ്റഡ് ഇൻ ദ എബവ് ഡിഗ്രി. അപ്പോൾ യൂഷ്വലി പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ യെസ് എന്ന് കൊടുക്കാൻ പറ്റും. അതല്ല നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഒരു ഏപ്രിലൊക്കെ ആയിരിക്കും മേ ബി നിങ്ങളുടെ റിസൾട്ട് വരുന്നുണ്ടാവുക. അങ്ങനത്തെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, നോ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നോ കൊടുത്തു കഴിഞ്ഞാൽ ഇയർ ഓഫ് ക്വാളിഫയിങ് ഡിഗ്രി എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് 2024 2025 എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സോ മേ ബി 2025 പാസ് ഔട്ട് ആവുന്നവർ 2025 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കൊടുക്കുക. സപ്പോസ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ് കോഴ്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ലിസ്റ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ്, അത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പഠിക്കുന്ന കോളേജ്, സപ്പോസ് ഇവിടെ ഞാൻ പഠിച്ച സുല്ലമുസ്സലാം സയൻസ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കുക. നിങ്ങളുടെ കോളേജ് ഒക്കെ ആ ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സേവ് കൊടുക്കുക. നമ്മുടെ ഡാറ്റ സേവ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ചെയ്യുന്നത് പോലെ നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ആൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 4 ഡോക്യുമെൻ്റ് ആണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഒന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫ്, അടുത്തത് സിഗ്നേച്ചർ, നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതുപോലെ 10th മാർക്ക് ഷീറ്റ്. നമുക്ക് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇവിടെ താഴെ അതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ആദ്യം റെഡിയാക്കി വെക്കുക. നമുക്ക് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കാം. സോ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സിഗ്നേച്ചർ നോക്കാം. സോ സിഗ്നേച്ചർ അപ്ലോഡ് ആയി. ഇനി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. സോ കാറ്റഗറി സർട്ടിഫിക്കറ്റും ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി 10th മാർക്ക് ഷീറ്റ് കൂടി നോക്കാം. സോ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ലാസ്റ്റ് ഒരു ചോദ്യമാണ്, ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ജാം 2025. ജസ്റ്റ് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സപ്പോസ് ഞാൻ ജാം 2025 പോസ്റ്റർ എന്ന് കൊടുക്കുന്നുണ്ട്. സേവ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓക്കെ ആണോ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി അതല്ല കൊടുത്ത ഇൻഫർമേഷനൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, നേരെ അത് കൊടുക്കുക. റിവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ ഡിക്ലറേഷൻ ആണ്. ആ ഡിക്ലറേഷൻ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫുൾ നെയിം അടിക്കാനാണ് പറയുന്നത്. സോ അത് എൻ്റർ ചെയ്യുക. എന്നിട്ട് വെരിഫൈ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കൊടുക്കുക. സോ നമുക്കതൊരു PDF ഫോർമാറ്റിലാണ് കിട്ടുക. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒരു PDF ഫോർമാറ്റിൽ അവിടെ ഉണ്ടാവും. എന്നിട്ട് അതിൽ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് കൊടുക്കുക. സോ ഇവിടെ അവരൊരു കൺഫർമേഷൻ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കൺഫേം ആണെന്നുണ്ടെങ്കിൽ നേരെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, സോ എഗെയിൻ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള എഡിറ്റിംഗ് ഒന്നും പോസിബിൾ ആയിരിക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ യെസ് കൊടുക്കുക. പിന്നീട് വരുന്നുണ്ടാവുക പേയ്മെൻറ്റ് പേജിലോട്ടാണ്. ഇവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID അതുപോലെ കാൻഡിഡേറ്റിൻ്റെ നെയിം, എത്രയാണ് എമൗണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തഡ് ചൂസ് ചെയ്യുക, എമൗണ്ട് പേ ചെയ്യുക.
അതോടുകൂടി ഈ ആപ്ലിക്കേഷൻ എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളത് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യത്തിൽ ഇനി മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും വരുത്താതെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഒരിക്കലും ലാസ്റ്റ് ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. ഇൻ കേസ് ഇനി അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുന്നിൽ ഇനി 4 മാസമാണുള്ളത്. പഠനം അടിപൊളിയാക്കേണ്ട ടൈമാണ്. സോ അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.